Thank you very much. Strong desire. ധൈര്യം എല്ലാവരും താങ്ക് യു സാർ. ശരി ന്യൂസ് 24/7 മലയാളം അത് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. പക്ഷെ നോക്ക്, നമുക്ക് ഇവിടെ ഒരു വിജയമുണ്ടായത് നന്നായിരുന്നു. പക്ഷെ ദേശീയ സ്ഥിതിയാണ് പ്രത്യേകിച്ച് വലിയ താല്പര്യമുള്ള വിഷയങ്ങൾ കാണുന്നത്. ചിലർ പറയുന്നു, ഞാനും പറയുന്നു, മോദിയുടെ വിജയം ഒരു പരാജയം പോലെ തോന്നുന്നു. ഞങ്ങളുടെ പരാജയം ഒരു വിജയം പോലെ തോന്നുന്നു. ജനങ്ങൾക്ക് ഒരു നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ സാധിച്ചു ബി ജെ പി സർക്കാരിന് അഹങ്കാരം. യു പിയിൽ ഭൂരിപക്ഷം പ്രതിപക്ഷത്തിലായിരിക്കും ഒരു മനുഷ്യന് പ്രതിപക്ഷം. അതുപോലെ തന്നെ ഞാൻ കാണുന്നത് ഡൽഹിയിലും ഒരു ചർച്ച ആരംഭിക്കുന്ന സംശയമില്ല. ഇന്ത്യ മുന്നണിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ശേഷം അവരെന്നെ ഒരുമിച്ച് കൂടി ഇന്ന് വീണ്ടും കൂടുന്നു. അതിൻ്റെ എന്തായിരിക്കും തീരുമാനങ്ങളെന്ന് ഇന്ന് ഞാൻ എപ്പോഴേക്കും അറിയാൻ സാധിക്കുന്നതാണ് വിചാരിക്കുന്നത്. വരാൻ പോകുന്ന വർഷങ്ങൾ നമ്മൾ ശക്തമായിട്ട് ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കുക. അത് മാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഓരോരോ പ്രോഗ്രാംസ് ജനങ്ങളുടെ സ്കൂട്ടറിൽ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിനുള്ള എണ്ണങ്ങൾ ഇന്ത്യ മുന്നിട്ടുണ്ടാകും. വരാൻ പോകുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു ഉദാഹരണമാണ് 91st അമെൻമെൻറ്റിൽ ആസാമുള്ള 2026 പാർലമെൻറ്റ് കൺസ്റ്റിറ്റ്യുവൻസീസിൽ വരെ വീണ്ടും ഭരിക്കും. അപ്പോൾ അവർ എങ്ങനെയാണ് നമ്മളെ തീർച്ചയായും വലിയൊരു ചോദ്യമാണ്. അതായത് 2/3 മെജോറിറ്റി ഹിന്ദി സംസ്ഥാനങ്ങൾ കിട്ടാൻ പോലും അതൊക്കെ വരുമ്പോൾ നമ്മളിതിനെ ചർച്ച ചെയ്യാനും ഇതിനെക്കുറിച്ച് നമ്മളുടെ സ്വരം കേൾപ്പിക്കാനും അത്യാവശ്യമാണ് ദക്ഷിണ ഭാരതത്തിൻ്റെ പ്രതിനിധി. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വരാൻ പോകുമ്പോൾ നമുക്കൊരു സ്ട്രോങ് എണ്ണം ഇന്ത്യ മുന്നണിയുടെ പേരിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളത് നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു LDFന്റെ ദുർഭരണത്തിനൊരു മറുപടി തന്നെയാണ് ഈ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ ഒരു ഭാഗ്യത്തോടെ രണ്ടാം തവണ റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചത് ഒരൊറ്റ കാരണത്തിന് വേണ്ടി മാത്രമാണ്. ആൾക്കാർ പറഞ്ഞു നിപ്പയും കോവിഡ് വന്ന കാലത്തിൽ അവർക്ക് വലിയ ഒരു മോശമൊന്നും ചെയ്തില്ലല്ലോ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നില്ലല്ലോ, അപ്പോൾ അവർക്ക് പോക്ക് കൊടുക്കാനില്ല. നിപ്പയും കോവിഡും പോയും 3 കാര്യങ്ങൾ അവർ പ്രതിസന്ധി അവർ ഫേസ് ചെയ്തപ്പോൾ വലിയൊരു തെറ്റ് കണ്ടില്ല ആൾക്കാർക്ക്. അപ്പോൾ അവർക്ക് വീണ്ടും ചാൻസ് കൊടുക്കും. പക്ഷേ ഭരണത്തിന് വേറെ എല്ലാ കാര്യങ്ങളും മോശമായിരിക്കുമ്പോൾ പബ്ലിക്കിന് അത് ചൂണ്ടിക്കാണിക്കാൻ നല്ലൊരു അവസരമായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ പോലെ അവർക്ക് ഒരു സീറ്റ് ജയിക്കാൻ സാധിച്ചത്. നല്ല തവണയും ജയിച്ചാണ്. അതും ഒരു നല്ല സ്ട്രോങ് മെസ്സേജല്ലേ നമ്മൾ മലയാളി വോട്ടിന് അയച്ചു കൊടുക്കും. പക്ഷെ അവർ പറയുന്നത് അടുത്ത ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇലക്ഷൻ അടുത്ത വർഷം ഞങ്ങൾ പങ്കെടുക്കും, അത് കഴിഞ്ഞ വർഷം നിയമസഭ ഞങ്ങൾ പങ്കെടുക്കും. അതൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയും ഞങ്ങളുടെ ഘടകകക്ഷികളും നല്ലോണം ധൈര്യത്തോടെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. താങ്ക് യു.
ബോഡി